ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കൊണ്ട് സൂപ്പാണ്. വെൽക്കം ടു അപർണ നിശാന്ത്. ഇത് മഴക്കാലത്തും കർക്കിടക മാസത്തും കുടിക്കുന്നത് നല്ലതാണ്. ജലദോഷത്തിനും ചുമക്കും കഫക്കെട്ടിനെല്ലാം ബെസ്റ്റാണ് ഇത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പാണ്. നമുക്ക് തയ്യാറാക്കി നോക്കാം. നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്നത് കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ടാണ്. നമുക്ക് അതിനായി ചിക്കൻ എടുത്തു. നമുക്കതിനൊന്ന് കഴുകി എടുക്കാം. നമ്മൾ അതിനായി ഇവിടെ എടുക്കുന്നത് 200 ഗ്രാം ചിക്കനാണ്. നമുക്ക് എല്ലോട് കൂടിയുള്ള മീഡിയം കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്ക് അതിനായുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നമ്മളിവിടെ ആദ്യമായിട്ട് എടുക്കുന്നത് മല്ലിയാണ്. 2 ടീസ്പൂൺ മല്ലി. അതിനുശേഷം നമ്മൾ വറ്റൽ മുളകാണ്, അതും 2 എടുക്കുന്നത്. അടുത്തതായി നമ്മൾ ഏലക്കായാണ് എടുക്കുന്നത്. നമ്മളിവിടെ 4 ഏലക്കായാണ് എടുത്തത്. അടുത്തതായി നമ്മളിവിടെ എടുക്കുന്നത് പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ്. അതും നമ്മൾ എടുത്തത് 1 സ്പൂണാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കരിവേപ്പിലയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ എടുക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ്. അതും 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 നമ്മൾ ഇവിടെ അതിനായി എടുത്തിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എടുത്തത് നമ്മൾ തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. ചെറിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾ 2 എടുക്കണം. അതിനുശേഷം നമ്മൾ 200 ഗ്രാം ചിക്കനാണ് എടുത്തത്. അത് നമ്മൾ ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. നമുക്കത് ചെറുതായി കട്ടാക്കി എടുക്കാം. പിന്നെ നമ്മൾ എടുത്തത് വെളുത്തുള്ളിയാണ്. 4-5 ഇല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നാക്കി ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുത്ത് ചെറുതാക്കി ചതച്ചെടുക്കാം. അടുത്തതായി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായി ഇട്ട് കൊടുത്തു. അതിനുശേഷം വലിയ ജീരകം, ചെറിയ ജീരകം, വറ്റൽ മുളക്, കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നമുക്കതിനൊന്ന് നല്ലോണം വാട്ടിയെടുക്കുക. അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിനൊന്ന് മാറ്റി വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അതൊന്ന്
പൊടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് ഒരു കുക്കർ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ അതിലോട്ട് കരിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു. അതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. എന്നിട്ട് നമുക്കതൊന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ച സംഭവമെല്ലാം നമ്മൾ നല്ലോണം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഉള്ളിയും തക്കാളിയിലോട്ട് നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിനെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ച് ഒരു 6 വിസില് കൂക്കാനായി വെക്കാം. അതിനുശേഷം നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ 6 വിസിലിന് ശേഷം നമ്മൾ തുറന്നു നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഇവിടെ അടിപൊളി സൂപ്പ് റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതില് ഉപ്പും എരിവെല്ലാം ഉണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ മല്ലിച്ചപ്പും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് എന്നിട്ട് നമുക്കതിനെ തിളപ്പിച്ചെടുക്കാം.
അങ്ങനെ ഇവിടെ നമ്മുടെ സൂപ്പ് റെഡി ആയിരിക്കുന്നു. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.